അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ ബയ്യിനയുടെ ബാക്കി 5 മുതലുള്ള വചനങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് യഹൂദുകളാവട്ടെ നസാറാക്കളാവട്ടെ അവർക്ക് അവരുടെ മുൻകഴിഞ്ഞ വേദങ്ങളിൽ കൂടി പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ കൈമാറി കിട്ടിയതിൽ കൂടി അറിയുമായിരുന്നു പ്രവാചകൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ, പരിശുദ്ധ ഖുർആനിൻ്റെ വാസ്തവം എന്താണെന്ന്. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വേദഗ്രന്ഥങ്ങളിൽ കൂടി അറിയില്ലെങ്കിൽ പോലും മുഹമ്മദ് നബിയെ 40 കൊല്ലം കൂടെ വളർത്തി പരിചയപ്പെട്ട ആളാണല്ലോ അവർ. അൽ അമീൻ എന്ന് അവർ വിശേഷിപ്പിച്ച ആ പ്രവാചകനും സത്യമാണെന്ന് പറയുന്നത് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ സത്യം ഒരു വേദത്തിൽ കൂടി, ഖുർആനിൽ കൂടി, വഹിയിൽ കൂടി പുറത്തു വന്നപ്പോൾ ഇരു കൂട്ടരും അദ്ദേഹത്തെ നിരാകരിച്ചു. ആ വിഷയമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കി നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാ വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറു, ഇവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അഥവാ മുഹമ്മദ് നബി അവരോട് കൽപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ, മുഖ്ലിസീന, ആത്മാർത്ഥമാക്കിക്കൊണ്ട്, ആത്മാർത്ഥതയോടുകൂടി, മുഖ്ലിസീന ലഹു അദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് ആത്മാർത്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. മുഹമ്മദ് നബി അവരോട് മറ്റെന്തെങ്കിലും തോന്നിവാസം ചെയ്യാനോ പ്രവാചകന്മാരെ തള്ളിക്കളയാനോ അരുതാത്തത് ജീവിതത്തിൽ കൊണ്ടുവരാനോ അല്ല കൽപ്പിച്ചത്. അവരെയും എല്ലാവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, ആ ആരാധനയിൽ മറ്റാർക്കും പങ്കുകൂടാതെ പ്രാർത്ഥനകളും തേട്ടങ്ങളുമെല്ലാം അർപ്പണങ്ങളുമെല്ലാം മുഖ്ലിസീന ലഹുദ്ദീൻ, അവരുടെ കീഴ്വണക്കം, സമർപ്പണം എല്ലാം അള്ളാഹുവിന് ആത്മാർത്ഥമാക്കിക്കൊണ്ട് ആരാധിക്കാൻ മാത്രമാണ് അദ്ദേഹം കൽപ്പിച്ചത്. വേറൊരു തെറ്റും കൽപ്പിച്ചിട്ടില്ല. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് വക്രതയില്ലാത്ത മതം. യഹൂദികളും നസാറാക്കളും പഠിച്ച മതം, വേദഗ്രന്ഥങ്ങളിലുള്ള മതം. മുശ്രിക്കുകൾ അവരുടെ അനുഗ്രഹീതനും ആദരിക്കപ്പെട്ടവനുമായ പ്രവാചകനായി കാണുന്ന ഇബ്രാഹിം, ഇസ്മായിൽ പ്രവാചകന്മാർ, അവരൊക്കെ പഠിപ്പിച്ച വക്രതയില്ലാത്ത മതം ഇതാണ്, ഈ ഖുർആൻ പറയുന്ന മതം. അതേ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെന്തിനാണ് അവർ ഭിന്നിച്ചത് എന്നാണ് സൂറത്തിൻ്റെ സ്വരം ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരിൽ നിന്ന് നിഷേധികളായ ആളുകൾ, അവരിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ നിഷേധികളായ ആളുകൾ, അതുപോലെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആ നിഷേധികളായ ആളുകൾ, ഫീനാരി ജഹന്നം, അവർ ജഹന്നമിൻ്റെ തീയിലായിരിക്കും. ജഹന്നമിൻ്റെ അത്യുഗ്രമായ ആ തീക്കുണ്ടാരത്തിലാണ് അവരുടെ പരിണാമം, അവരുടെ പരിണിതി അവിടെയാണ്. ഖാലിദീന ഫിഹ, അവർ അതിൽ ശാശ്വതന്മാരായിരിക്കും. ഉലായിക ഹും ഷർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഷർറായിട്ടുള്ള മോശപ്പെട്ട ആളുകൾ. ബരിയത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും എന്നിട്ടത് തള്ളിക്കളയുകയും ചെയ്ത ധിക്കാരമാണ് ഏറ്റവും വലിയ ധിക്കാരം. ആ തള്ളിക്കളഞ്ഞവരാണ് സൃഷ്ടികളിലെ ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ. പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ധാരാളമുണ്ട്. മനുഷ്യർ, ജിന്നുവർഗ്ഗങ്ങൾ, മറ്റു ജീവജാലങ്ങൾ, പക്ഷികൾ, പറവകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഏറ്റവും മോശപ്പെട്ടവർ സത്യം മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അത് അംഗീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും നൽകിയിട്ടും അതിനെ തള്ളിക്കളഞ്ഞവരാണ്. ഉലായിക ഹും ഷർറുൽ ബരിയ. നമുക്കും കൂടി പാഠം അതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അറിവും ബോധവും നൽകിയിട്ടും ബോധപൂർവം തള്ളിക്കളയാൻ നമുക്ക് പാടില്ല. പിന്നെ ഇന്നല്ലദീന ആമനു, അതാ ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, തീർച്ചയായും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്ത ആളുകൾ. വിശ്വസിച്ചാൽ മാത്രം രക്ഷപ്പെടുകയില്ല. വിശ്വാസത്തിൻ്റെ കൂടെ വിശ്വാസം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്
എന്ന വിശ്വാസം, അതുപോലെ മലക്കുകളിലും കിതാബുകളിലും വേദഗ്രന്ഥങ്ങളിലും യൗമുൽ ആഖിറിലുമുള്ള വിശ്വാസം, ആ വിശ്വാസം താല്പര്യപ്പെടുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചവർ, അതാണ് ഇന്നല്ലദീന ആമനു അമിലുസ്സാലിഹാത്തി, തീർച്ചയായും വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവർ, ഉലായിക ഹും ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ അത്യുത്തമന്മാർ അവരാണ്. അപ്പോൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ, നികൃഷ്ടന്മാർ, ഉത്കൃഷ്ടന്മാർ എന്നുള്ള വേർതിരിവ് വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്, പാരമ്പര്യത്തിൻ്റെയും അവകാശവാദത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല. പിന്നെ ജസാഉഹും, ആ വിശ്വാസികൾക്കുള്ള അവർക്കുള്ള പ്രതിഫലം, ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കൽ, ജന്നാത്തു അദ്നിൻ, താമസിക്കാനുള്ള സ്വർഗങ്ങളാണ്, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്വാരത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും, ഖാലിദീന ഫിഹ, അവർ അതിൽ ശാശ്വതന്മാരായിരിക്കും. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഈ പദത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, എല്ലാ അർത്ഥത്തിലും ശീതളച്ചായുള്ള നല്ല തോട്ടങ്ങൾ, അവിടെ സൗകര്യമുണ്ട്, സൗകര്യമുണ്ട്, വിശ്രമമുണ്ട്, എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളുമുണ്ട്. അതുപോലെ അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഇടതൂർന്ന തോട്ടങ്ങളാകുമ്പോൾ അതിൽ കാണാൻ കൗതുകങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ ആശങ്കയോ വേണ്ടതില്ല. ഖാലിദീന ഫിഹ, അതിൽ എന്നും എന്നും അവർ ശാശ്വതന്മാരായിരിക്കും. അബദ, എല്ലാ കാലത്തും. റളിയല്ലാഹു അൻഹും, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹു, ആ മനുഷ്യർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചത്, അവർ വിശ്വസിച്ചത്, ആ വിശ്വാസത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ അവർ ഇഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടു. ദാലിക ലിമൻ ഖശിയ റബ്ബ, അത് ആ ഒരു പ്രതിഫലം, ആ ഒരു മഹാഭാഗ്യം, ലിമൻ ഖശിയ റബ്ബ, തൻ്റെ രക്ഷിതാവിനെ ആര് ഭയപ്പെട്ടുവോ അവർക്കുള്ളതാകുന്നു. അപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിച്ച, പാരമ്പര്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളതെന്ന് കരുതി വിശ്വസിച്ച ആളുകളെയല്ല അല്ലാഹു തആല രക്ഷപ്പെടുത്തുക എന്നും, അവരോട് തന്നെ ഉപദേശിക്കുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചവർ, അവരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുക. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു, അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ട് എന്നുമാണ്. ആ കൂട്ടത്തിൽ നാമും ഉൾപ്പെടണം. ഖുർആനിൻ്റെയും പ്രവാചകൻ്റെയും പാരമ്പര്യമല്ല, ആ ഖുർആനും പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളുമാണ് നമ്മളെ രക്ഷപ്പെടുത്തുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.